സംഘത്തിന്റെ നിർണായകമായ നീക്കം ഒരു വശത്ത് നടക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ അതേസമയം തന്നെ മുൻകൂർ ജാമ്യം തേടി ഹൈക്കോടതി അഭിഭാഷകരുമായി ചർച്ച നടത്തുന്നതെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറഞ്ഞത്. തെരഞ്ഞെടുപ്പ് കാലമാണ്. തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ ഏറ്റവും കൂടുതൽ പ്രതിരോധത്തിലാകുന്നത് കോൺഗ്രസ് ആണ്. പല രീതിയിലുള്ള ഡിപ്ലോമാറ്റിക് നിലപാടുകൾ തുടക്കം മുതൽ ഈ വിഷയത്തിൽ എടുത്തെങ്കിലും ഇനി അവർക്ക് കൈയൊഴിയാൻ സാധിക്കില്ല. രാഹുലിനെതിരെ കർശനമായ ഒരു നടപടി എന്ന രീതിയിലേക്ക് ആദ്യം സസ്പെൻഷനിൽ മാത്രം ഒതുക്കിക്കൊണ്ടുള്ള ഒരു കൈകഴുകലായിരുന്നു കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായത്. ഇനി കോൺഗ്രസ് ഈ വിഷയത്തിൽ എന്ത് നടപടി സ്വീകരിക്കേണ്ടി വരും? എങ്ങനെയാണ് പ്രതിരോധത്തിലാവുക? ഇതെന്ത് നടപടി സ്വീകരിക്കണമെന്ന് സംബന്ധിച്ച് തുടക്കഘട്ടം മുതൽ കോൺഗ്രസിനുള്ളിൽ ഒരു ആശയക്കുഴപ്പമുണ്ടായിരുന്നു. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന്റെ നേതൃത്വത്തിൽ രാഹുലിനെതിരെ കടുത്ത നടപടി വേണമെന്ന് പറഞ്ഞപ്പോൾ കെ സുധാകരനും അതോടൊപ്പം തന്നെ KPCC പ്രസിഡന്റും ഒക്കെ കാത്തിരിക്കുക എന്നുള്ള ഒരു കാര്യമാണ് പറഞ്ഞിരുന്നത്. കാരണം അതിജീവിത ഒരു പരാതി നൽകുന്ന സാഹചര്യത്തിലേക്ക് വന്നിട്ടില്ല. മറ്റ് തേർഡ് പാർട്ടീസാണ് ഇത്തരത്തിൽ പരാതികൾ വന്നിട്ടുള്ളത്. അങ്ങനെ ഇങ്ങനെ ആരോപണം മാത്രം ഉയർന്ന സാഹചര്യത്തിൽ MLA സ്ഥാനത്ത് നിന്ന് രാജിവെപ്പിക്കുക, അത്തരമുള്ള നടപടികളിലേക്ക് പോകേണ്ട എന്നുള്ളതാണ് ആ ഘട്ടത്തിൽ പാർട്ടിയിലുണ്ടായിരുന്ന അഭിപ്രായം. പക്ഷേ ഇപ്പോൾ സിറ്റുവേഷൻ മാറിയിരിക്കുകയാണ്. സ്വാഭാവികമായും ഈ ഇത്ര ഗുരുതരമായ വകുപ്പുകൾ പ്രകാരം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായും അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോകും. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഇത്രയും നാള് രാഹുലിനെ സംരക്ഷിച്ചുകൊണ്ടിരുന്ന നേതാക്കൾ ആ നിലപാട് മാറ്റേണ്ടി വരും. അത്തരം നിലപാടുകൾ മാറ്റും എന്നുള്ള ചില സൂചനകളാണ് നേതാക്കളുടെ പ്രതികരണങ്ങളിൽ നിന്ന് വരുന്നത്. പക്ഷെ അതിനൊന്ന് കാത്തിരിക്കുക എന്നുള്ള കാര്യം തന്നെയാണ് അവർ പറയുന്നത്. കാരണം പോലീസിന്റെ ഭാഗത്തു നിന്ന് എന്ത് നടപടി എന്നുള്ള കാര്യങ്ങളിലേക്ക് നേതാക്കൾ നിരീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് കോൺഗ്രസിലെ ഉന്നത നേതാക്കളെല്ലാം ഇക്കാര്യത്തിൽ ചില ആശയവിനിമയങ്ങൾ നടത്തിയിട്ടുണ്ട്. രാഹുലിനെ ഇപ്പൊ താൽക്കാലികമായി പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. പക്ഷെ രാഹുൽ പാർട്ടിയിൽ ഇല്ല, സസ്പെൻഷൻ ആണെങ്കിൽ പോലും രാഹുൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളുടെ പ്രചരണത്തിൽ സജീവമായി ഇറങ്ങുന്നു. എന്തോ കോൺഗ്രസിന്റെ ഭാഗമാണ് എന്ന നിലയിൽ തന്നെയാണ് ഇപ്പോൾ ഒരു പ്രതീതി സൃഷ്ടിച്ചിരിക്കുന്നത്. രാഹുൽ കോൺഗ്രസിൽ ഇല്ല എന്നുള്ള ഒരു അവസ്ഥയൊന്നുമില്ല, സാങ്കേതികപരമായി ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ അതിനപ്പുറത്തേക്ക് ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസിന്റെ ഭാഗം തന്നെയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത്തരത്തിലാണ് പ്രവർത്തനങ്ങൾ പോകുന്നത്. അങ്ങനെ ഒരു പ്രശ്നം എന്തായാലും നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. ഇനി എന്ത് നടപടികളിലേക്ക് പോകും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം അത് ഇനി പോലീസിന്റെ ഭാഗത്തുനിന്ന് എന്ത് നടപടി രാഹുലിനെതിരെ സ്വീകരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനുശേഷം പാർട്ടി തലത്തിൽ നടപടികളിലേക്ക് പോകും എന്നുള്ളൊരു വിവരമാണ് നമുക്ക് ലഭിക്കുകയും ചെയ്യുന്നത്. ഒരുപക്ഷെ MLA സ്ഥാനമൊക്കെ രാജിവെക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിനോട് ആവശ്യപ്പെടാനുള്ള ഒരു സാധ്യതയും ഈ ഘട്ടത്തിൽ നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല. അത് അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോകാനുള്ള സാധ്യത. അപ്പോഴും കോൺഗ്രസിന് ഇപ്പോഴും ഒരു ആശയക്കുഴപ്പമുണ്ട്. കാരണം വി.ഡി. സതീശൻ ഒക്കെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇപ്പം മാധ്യമങ്ങളോട് മുന്നിൽ വന്ന വി.ഡി. സതീശൻ പറയുന്നുണ്ട്, ഞങ്ങൾ മാതൃകാപരമായ നടപടി സ്വീകരിച്ചിട്ടുള്ളൂ. ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസിൽ ഇല്ലല്ലോ എന്ന് പറയുമ്പോൾ പോലും ന്യായങ്ങൾ കൊണ്ടൊന്നും ഇനി കോൺഗ്രസ് പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്നത് ഉറപ്പാണ്. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണ്. എന്തായാലും കർശനമായ ഒരു തീരുമാനം അല്ലെങ്കിൽ ഒരു നടപടി രാഹുലിനെതിരെ ഈ വിഷയത്തിൽ കോൺഗ്രസിന് എടുത്തേ പറ്റുള്ളൂ.